എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മിറേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫേക്ക് മിറേഴ്സാണ്. നമ്മൾ CD ഒന്നുമില്ലാതെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പ്ലേറ്റാണ്. ഇപ്പോൾ സിൽവർ കോട്ടിങ് വരുന്ന പ്ലേറ്റ് ഉണ്ടാവില്ലേ, അത് മിക്കവാറും ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് കിട്ടുന്ന ഒരു പ്ലേറ്റില്ലേ, അതാണ് സംഭവം. അപ്പം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പം അത്യാവശ്യം കട്ടി ഉണ്ടാവും, പേപ്പർ പോലെ ഇങ്ങനെ ഒടിഞ്ഞു പോവില്ല. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അതിൻ്റെ കേർവായിട്ടുള്ള എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. ഇനി ആ കട്ട് ചെയ്ത എഡ്ജസ് നമ്മൾ ഹോൾ പഞ്ചില്ലേ, ആ ഹോൾ പഞ്ച് വെച്ചിട്ട് പഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കിട്ടും. അപ്പം മിറർ പോലെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയാൽ നമുക്ക് കുറേ കുഞ്ഞ് സർക്കിൾ മിറേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ മിറർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്കിയാവുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ക്വയറായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സൈസിലുള്ള സ്ക്വയറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. വേറെ ഒരു ഡയമണ്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തിൻ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ക്വയർ കട്ട് ചെയ്യാൻ ജസ്റ്റ് ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്യല്ലേ ചെയ്തേ. ഇതാദ്യം നമ്മൾ ആ തിൻ സ്ട്രിപ്പിൻ്റെ ഒരു എഡ്ജിന്ന് ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് പിന്നെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പ് കിട്ടും. ഇനി ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഒരു ഡയമണ്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടി
നീളത്തിലുള്ള ഡയമണ്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീതി കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും അനുസരിച്ചിട്ട് നമ്മളുടെ മിററിൻ്റെ ഷേപ്പും മാറി വരും. അപ്പോൾ ഈ ഒരൊറ്റ പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും മിറേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ഷേപ്സും നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ വലിയൊരു സർക്കിളും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ പെന്നിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ മാർക്ക് വരും. അപ്പോൾ ആ ഒരു മാർക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മിററിൻ്റെ ഒരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ളതല്ലേ. നമ്മൾക്ക് സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലേറ്റിൽ വേറെ കലകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. വെറും വേസ്റ്റ് അല്ലേ, നമ്മൾ കളയാൻ പോകുന്നതിന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക്, ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.